ഓഹരി വിപണി എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഓഹരി വിപണിയുടെ നിലവിലെ അവസ്ഥയും കുറച്ച് പൂർവ്വകാല ചരിത്രം കൂടി അറിയേണ്ടതുണ്ട്. പണ്ട് ഓഹരി വിപണിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇന്നും ഈ തെറ്റിദ്ധാരണകൾ നല്ലൊരു ശതമാനം ആളുകളിലും ഉണ്ടെങ്കിലും കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ തലമുറ ഓഹരി വിപണിയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണെന്നതാണ്. ഓഹരി വിപണി ചൂതാട്ടമാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതിനെ അടിവരയിട്ടുകൊണ്ട് തന്നെ ഇതിൽ നിക്ഷേപിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും നഷ്ടക്കണക്കുകൾ മാത്രമാണ് പറയാനുള്ളത്. ആദ്യം ഇതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാം. ഓഹരി വിപണിയിലെ നിക്ഷേപകർ പൊതുവെ 3 തരത്തിലാണുള്ളത്: FII, DII, മറ്റൊന്ന് സാധാരണക്കാരായ ചില്ലറ നിക്ഷേപകർ. ഇതിൽ FII എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നും, DII എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നും, ചില്ലറ നിക്ഷേപകരെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പോലുള്ളവയെല്ലാം DII ആയാണ് അറിയപ്പെടുന്നത്. 2019 കോവിഡ് മഹാമാരിക്ക് മുൻപ് വരെ ഇന്ത്യയിലുണ്ടായിരുന്ന നിക്ഷേപകരിൽ ഭൂരിഭാഗവും FIIസും DIIസും പിന്നെ കുറച്ച് ചില്ലറ നിക്ഷേപകർ അഥവാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സുമായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത്. അതേസമയം ദീർഘകാല സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്തതുമില്ല. എന്നാൽ 2020 റീറ്റെയിൽ നിക്ഷേപകരുടെ എണ്ണം കുത്തനെ ഉയർന്നു. സജീവമായ ഡിമാറ്റ് അക്കൗണ്ട് ഉടമകളുടെ എണ്ണം 1.4 കോടിയായി വർദ്ധിച്ചു. ഇത് കഴിഞ്ഞ 3 വർഷത്തേക്കാൾ കൂടുതലാണ്. എന്നാൽ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുകയും ചെയ്ത മഹാമാരി സമയത്ത് ഓഹരി വിപണിയിൽ നിക്ഷേപകരുടെ കുത്തൊഴുക്കിന് സാധ്യമായ കാരണങ്ങൾ എന്തായിരുന്നുവെന്ന് നോക്കാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സാധാരണ കുടുംബത്തിലെയും നിക്ഷേപം ബാങ്ക്, സ്വർണം, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു. ഓഹരി എന്ന് കേട്ടാൽ പേടിയായിരുന്നു പലർക്കും. മുൻകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണം, റിയൽ എസ്റ്റേറ്റ് പോലുള്ള നിക്ഷേപങ്ങൾ കാലക്രമേണ മൂല്യത്തിൽ വർധന കാണിക്കുമെന്നത് സത്യവുമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ വഴികളിൽ നിക്ഷേപിക്കുന്നതിന് ഉയർന്ന മൂലധനം ആവശ്യമാണ്. ഇത് പലരെയും ഈ നിക്ഷേപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ മഹാമാരിയുടെ വരവോടെ വരുമാനം കുറഞ്ഞു പോയതും മിക്കവരെയും മൂലധനം കൂടുതൽ ആവശ്യമായ നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. ഈ അവസ്ഥയിൽ പലരും മൂലധനം കുറഞ്ഞ നിക്ഷേപ മാർഗമായ ഓഹരികളിലേക്ക് തിരിഞ്ഞിരുന്നു. മഹാമാരി കാലത്തെ അടച്ചുപൂട്ടൽ അവർക്ക് നവമാധ്യമങ്ങളായ യൂട്യൂബ് പോലുള്ളവയെ പ്രയോജനപ്പെടുത്തി ഓഹരികളെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്നതിനും സഹായകമായി. ഇത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കണ്ടെത്താൻ പുതിയ നിക്ഷേപകരെ സഹായിച്ചു. കൂടാതെ അക്കാലത്തെ ബാങ്ക് ഡിപ്പോസിറ്റുകളുടെ കുറഞ്ഞ പലിശ നിരക്കും ഓഹരി വിപണിയിലേക്കുള്ള ഒഴുക്കിന് കാരണമായിരുന്നിരിക്കാം. മറ്റൊന്ന് ടെക്നോളജിയുടെ കടന്നുവരവോടെ കാര്യങ്ങളെല്ലാം വിരൽത്തുമ്പിൽ അറിയാമെന്നതും ഓഹരി ഇടപാടുകൾ വളരെ എളുപ്പം കൈകാര്യം ചെയ്യാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതുമാണ്. പണ്ടത്തെ പേപ്പർ ഷെയറുകൾ വിനിമയം നടത്തിയിരുന്ന കാലത്ത് നിന്നും എല്ലാം ഡിജിറ്റൽ ഇടപാടുകളാക്കിയതോടെ ഒരു കാരണവശാലും വാങ്ങുന്ന ഷെയറുകൾ നഷ്ടപ്പെടാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതും പുതിയ നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെയും സെബിയുടെയും ശക്തമായ ഇടപെടലുകൾ മൂലം 90കളിൽ ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയ ഹർഷത് മേത്ത കുംഭകോണം പോലുള്ളവയ്ക്ക് തടയിടാൻ സാധിച്ചതും കാര്യങ്ങൾ സുതാര്യമാക്കി. ഇനി നമുക്ക് ഇന്ത്യയിലെ നിലവിലെ ചില നിക്ഷേപ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കാം. ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ട് ഉടമകളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. 2023 ജനുവരിയിൽ 11 കോടി അക്കൗണ്ടുകളാണുള്ളത്. 2022 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 8.4 കോടി മാത്രമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഭീമമായ കണക്കുകളെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഇന്ത്യൻ കുടുംബങ്ങളിൽ ഇപ്പോഴും 3% മാത്രമേ സജീവമായി ഓഹരി നിക്ഷേപം നടത്തുന്നുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. ഇത് മറ്റ് രാജ്യങ്ങളുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ റീറ്റെയിൽ നിക്ഷേപകരുടെ എണ്ണത്തിൽ ഇന്ത്യ ഇപ്പോഴും വളരെ പിന്നിലാണ്. ഓഹരികളിലുള്ള നിക്ഷേപം അമേരിക്കയിൽ 55%, ബ്രിട്ടനിൽ 33%, ചൈനയിൽ 13%. 2019 വരെ ഇന്ത്യയിൽ ഓഹരി വിപണികളിൽ റീറ്റെയിൽ നിക്ഷേപകർ ഷെയറുകൾ വാങ്ങുന്നതിനേക്കാൾ വിൽപ്പന നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതൊരു തരത്തിൽ നിക്ഷേപകരെ ഓഹരി വിപണിയിൽ നിന്നും അകറ്റിയിരുന്നു. എന്നാൽ 2020 അവസാനത്തോടെ ഷെയറുകളുടെ അറ്റവാങ്ങലുകളിൽ വൻ വർധനയുണ്ടായി. ഏകദേശം 51,000 കോടി രൂപയുടെ അറ്റ നിക്ഷേപമുണ്ടായി. ഇതിനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമെന്നും എന്തുകൊണ്ടാണ് ഓഹരി വിപണി എക്കാലത്തെയും ഉയർച്ചകളിൽ എത്തി നിൽക്കുന്നത്, ഈ സ്ഥിതി തുടരുമോ, എന്തുകൊണ്ട് ഓഹരിയിൽ നിക്ഷേപിക്കണം, ഓഹരി വിപണിയുടെ ഗുണങ്ങളും ദോഷങ്ങളും, എന്താണ് ഓഹരി വിപണി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വരും വീഡിയോകളിൽ ഇവയെല്ലാം ഉണ്ടാകും.
കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്